ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ പാരൻസ്, അച്ഛനമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, എൻ്റെ കുട്ടി തീരെ പഠിക്കുന്നില്ല. നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്, പക്ഷേ ഈ ഇടയ്ക്കായിട്ട് തീരെ ശ്രദ്ധയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം വരുന്നു. പഠിക്കാനിരുന്നാൽ, ഹോംവർക്ക് ചെയ്യാനിരുന്നാൽ ഒരുപാട് സമയമെടുക്കുന്നു. ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞതും പിന്നെ പഠിക്കാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഈ മാറ്റത്തിന് കാരണം? ആകെ ഒരു ശ്രദ്ധക്കുറവാണ്. നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായി വേണ്ടത് എന്താണ്? നല്ല ശ്രദ്ധ. പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകണം. പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ എളുപ്പത്തിൽ കുട്ടികൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പാരൻസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പഠിക്കുന്ന മുറി, അവരുടെ ടേബിൾ, അവിടുത്തെ അന്തരീക്ഷം എല്ലാം അവർക്കൊരു പോസിറ്റീവ് മൂഡ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ശ്രദ്ധയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ആകാതെ അവർ ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലായിരിക്കണം അവർ പഠിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം അവരുടെ പഠനം. ശ്രദ്ധ നിലനിർത്തി കൂടുതൽ പഠിച്ചെടുക്കാനും സഹായിക്കുന്ന തരത്തിലായിരിക്കണം അവരുടെ അന്തരീക്ഷം. നമ്മൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വീട്ടിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ടിവിയുടെ ശബ്ദം, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത്, ഇതൊന്നും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് അനാവശ്യമായ സംസാരങ്ങൾ, സീരിയസ് ആയ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വീട്ടിൽ മുതിർന്നവർ കുട്ടികൾ കേൾക്കെ സംസാരിക്കരുത്. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ടിവിയുടെ ശബ്ദം, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം കുട്ടികളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ പഠിക്കാനിരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ ഇതെല്ലാം ഓഫാക്കണം. കുട്ടികളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും ഇട്ടുകൊടുക്കരുത്. ഒരു ഫ്രഷ് എംപ്റ്റി മൈൻഡോടുകൂടി ആയിരിക്കണം കുട്ടികൾ പഠിക്കാനിരിക്കേണ്ടത്. ഉദാഹരണത്തിന്, നല്ല വൃത്തിയുള്ള ഒരു ഒഴിഞ്ഞ മുറിയുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളെല്ലാം നമുക്ക് ആ മുറിയിൽ സൂക്ഷിച്ചു വെക്കാം. പക്ഷെ ആ മുറിയിൽ വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ പോലും ആ മുറിയിൽ സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ മനസ്സും. ഒരു എംപ്റ്റി ഫ്രഷ് മൈൻഡ് ആയിരിക്കണം അവർ പഠിക്കാനിരിക്കുന്നതിന് മുൻപ്. അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞതുപോലെ ടിവി, മൊബൈൽ ഫോൺസ്, ആവശ്യമില്ലാത്ത ഡിജിറ്റൽ ഡിവൈസസ്, അനാവശ്യമായ ചർച്ചകൾ എല്ലാം ഒഴിവാക്കണമെന്ന് പറയുന്നത്. പഠനം അവർക്കൊരു എൻജോയ്മെന്റ് ആയിരിക്കണം, ഒരു നല്ല ഫീൽ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കണം. പാരൻസ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് 30 മിനിറ്റ് കൂടുമ്പോൾ ഒരു 5 മിനിറ്റ് കുട്ടികൾ ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് അമ്മ ഞാൻ ഇത്ര നേരം പഠിച്ചില്ലേ, ഒരു 5 മിനിറ്റ് ഫോൺ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അവരോട് അത് സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കാം. വേണ്ട എന്ന് വളരെ സ്നേഹത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. ജസ്റ്റ് വീടിന് മുറ്റത്ത് പോയി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കിന് പോകുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ആവാം. പക്ഷേ ആ സമയത്ത് ആ ഒരു 5 മിനിറ്റ് വിശ്രമത്തിനിടയിൽ ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. കാരണം വീണ്ടും കുട്ടികൾ പഠിക്കാൻ പോയിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഇത് വളരെ നല്ലതാണ്. കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാക്കുവാൻ ഇത് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. കണ്ണടച്ച് ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളോട് വളരെ സ്നേഹത്തിൽ നമുക്ക് പറയാം, ഒരു 5-10 മിനിറ്റ് ശ്വാസത്തിലൊന്ന് കണ്ണടച്ച് ശ്വാസത്തിലൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ. വേറെ ഒരു ചിന്തയും വേണ്ട. കുട്ടികളോട് പ്രത്യേകിച്ച് പറയണം, പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ്, ശ്രദ്ധക്കുറവ് വരാം. പക്ഷേ അത് തിരിച്ചറിഞ്ഞതും വീണ്ടും നമ്മൾ പഠനത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്, തിരിച്ചു വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കുട്ടികളെ പറഞ്ഞ് നമ്മൾ പാരൻസ് മനസ്സിലാക്കിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ പാരൻസ് ഈ കാര്യങ്ങളിലെല്ലാം നന്നായി ശ്രദ്ധിക്കുമ്പോൾ, കുട്ടികൾക്ക് ആ പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികളിൽ ഫോക്കസ് വളരെ വേണ്ട വിധത്തിൽ ഉണ്ടാവുന്നതാണ്. കുട്ടികളുടെ ശ്രദ്ധയിൽ ഏറ്റവും വലിയ പങ്ക് നമ്മൾ പാരൻസിനാണ്, അച്ഛനമ്മമാർക്കാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും അവർക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിയർ പാരൻസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കും. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.